ഹലോ മക്കളെ, സെവൻ എം ഇസ് ഹിയർ. അപ്പം നമ്മൾ ഇന്ന് ബേസിക് സയൻസിലെ 7th ചാപ്റ്റർ ദ വേൾഡ് ഓഫ് ചേഞ്ചസ് അല്ലേ, മാറ്റങ്ങളുടെ ലോകം എന്ന് പറഞ്ഞ ചാപ്റ്റർ ഒരു 10 മിനിറ്റ് കൊണ്ട് സെറ്റാക്കിയാലോ? നിങ്ങൾക്ക് ഇങ്ങനെയല്ലേ വേണ്ടത്? അതായത് നമ്മൾ കുറേ ദിവസങ്ങൾ എടുത്ത് പഠിച്ച സാധനങ്ങൾ നമുക്ക് പെട്ടെന്ന് നിങ്ങൾ പഠിക്കണം അല്ലേ. എക്സാം എടുത്തു നമ്മൾക്ക് ഇനി ഇതേ വഴിയുള്ളൂ അല്ലേ. അപ്പോൾ നമ്മളിത് നിങ്ങൾക്ക് അറിയിക്കും, നമ്മൾ തന്നെ ഒരു 1-1.5 ആഴ്ച എടുത്ത് പഠിച്ച സാധനങ്ങളായിരിക്കും. ഓക്കെ, അപ്പം നമ്മളിനി പെട്ടെന്ന് സെറ്റാക്കുന്നു. ഓക്കെ, 1, 2, 3 നിങ്ങൾക്ക് ഓണം എക്സാമിന് ഉണ്ടായിരുന്നു ബേസിക് സയൻസിൽ അല്ലേ. അതുപോലെ തന്നെ എന്താ 4, 5, 6 നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ചോദിച്ചു. ഇനി 7, 8, 9 ആണ് നിങ്ങൾക്ക് ആനുവൽ എക്സാമിന് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ മറക്കാൻ പാടില്ല, ഓണം എക്സാമും ക്രിസ്മസ് എക്സാമും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ എന്തായാലും ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, ബട്ട് ഇതിൽ കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. അപ്പോൾ ഇനിയുള്ള ഈ ഒരു 3 ദിവസങ്ങളിൽ 7, 8, 9 എന്നുള്ള ബേസിക് സയൻസിലെ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഒരു 10 മിനിറ്റിനുള്ളിൽ മിസ് പഠിപ്പിച്ചു തരും. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് പഠിപ്പിക്കണം അല്ലെങ്കിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് മിസ്സിന് അറിയണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, യൂട്യൂബിൽ ഇവിടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്ത് കമൻറ്റ് ചെയ്യണം, മിസ്സിൻ്റെ പേരൊന്ന് ടൈപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു തംസ് അപ്പ് തന്നാൽ മതി. അപ്പം നിങ്ങൾക്ക് മിസ്സിന് മനസ്സിലാവും നിങ്ങൾക്ക് ഇത് ഓക്കെ ആണ്, ഇങ്ങനെയാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം. റെഡി? അങ്ങനെ നമ്മൾ വേഗം പഠിക്കുകയാണ്, അധികം നമ്മൾ സംസാരിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് മാറ്റങ്ങളുടെ ലോകം മിസ്സിന് ആദ്യം മിസ് ഒന്ന് പറഞ്ഞുതരാം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫിസിക്കൽ ചേഞ്ച്, കെമിക്കൽ ചേഞ്ച് അല്ലേ, ഭൗതിക മാറ്റം, രാസമാറ്റം, അതുപോലെ തന്നെ ഈ എന്താ നമ്മളെ എനർജി കൺവേർഷൻ, അതായത് ഊർജ്ജ മാറ്റം, ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. മനസ്സിലായോ? ഈ ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും എന്തായിരിക്കും, ചിലപ്പോൾ നിങ്ങളോട് ഡെഫിനേഷനായിട്ട് ചോദിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളോട് എങ്ങനെ ചോദിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ട് അതിൻ്റെ മാറ്റം ഫിസിക്കലാണോ കെമിക്കലാണോ രാസമാറ്റമാണോ ഭൗതിക മാറ്റമാണോ എന്ന് ചോദിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഈ ഒരു എനർജി കൺവേർഷൻ അല്ലേ, ഇലക്ട്രിക് എനർജി ടു മെക്കാനിക്കൽ എനർജി, അതായത് ഊർജ്ജ മാറ്റം നിങ്ങളോട് എങ്ങനെ ചോദിക്കുന്നുണ്ടാവുക, എങ്ങനെയാണ് ഓരോരോ എക്സാമ്പിൾ തന്നിട്ട് ഇത് ഏത് ടൈപ്പ് ഊർജ്ജ മാറ്റമാണ്, ഈ ഊർജ്ജ മാറ്റത്തിൽ ഏത് ഊർജ്ജമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇതാണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ. വളരെ സിമ്പിളാണ്, സെറ്റ് ചെയ്ത് പഠിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഒരു കാര്യം പറയട്ടെ, ക്ലാസ് 6ൻ്റെ റാപ്പിഡ് റിവിഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഓണം എക്സാം, ക്രിസ്മസ് എക്സാം, ആനുവൽ എക്സാമിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് റെക്കോർഡായിട്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ലൈവും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻ സെറ്റ്, അതുപോലെ ഇവിടെ മോഡൽ എക്സാം നടക്കുന്നുണ്ട്. എങ്ങനെയാണോ ആനുവൽ എക്സാം നടക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തായിരിക്കും ഇവിടെ മോഡൽ എക്സാം നടക്കുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചോ മക്കളെ, നമ്മളെ ജോയിൻ ചെയ്യണമെങ്കിൽ ഈ ഒരു നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി. കൂടുതൽ സംസാരിക്കുന്നില്ല, വേഗം പോവാം. ഫസ്റ്റ് നിങ്ങൾക്കിത് കുഞ്ഞു ക്ലാസ്സിൽ 5ാം ക്ലാസ് നിങ്ങൾ പഠിച്ച കാര്യമാണ് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് അല്ലേ. ഇപ്പോൾ ഒരു കാര്യം പറയട്ടെ, മിസ്സേ സ്പീഡ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ഒരുത്തരും വന്നിട്ട് എന്ത് ചെയ്യേണ്ട, കമൻറ്റ് ചെയ്യാൻ നിൽക്കണ്ട. യൂട്യൂബ് പോയിട്ട് സ്പീഡ് കുറക്കാനുള്ള ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. ഓക്കെ, ഒരു 10 മിനിറ്റിനുള്ളിൽ കാര്യം കൺവേ ചെയ്യണം, അത്രയും മിസ് ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങൾക്കൊക്കെ പഠിപ്പിച്ച് തരണം. സ്പീഡ് കുറക്കണേ കുറക്കാം, കൂടണേ കൂട്ടാം. യെസ്, അപ്പോൾ നോക്കിക്കോ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, അല്ലെങ്കിൽ എന്താണ് ഖരം, ദ്രാവകം, വാതകം. ഖരം, ദ്രാവകം, വാതകം അല്ലേ. ഇവിടെ എന്താണ്, ഇവിടെ അവസ്ഥാ മാറ്റം അല്ലെങ്കിൽ എന്താ ഇവിടുത്തെ സ്റ്റേറ്റ്സിൽ എന്താ ചേഞ്ച് സംഭവിക്കുക ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ സോളിഡ് അല്ലേ, സോളിഡ് എങ്ങനെ ലിക്വിഡ് ആകും, സോളിഡ് അതായത് ഐസ് എങ്ങനെ വെള്ളമാകും, അതൊന്ന് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉരുക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഹീറ്റ് കൊടുക്കാം അല്ലേ, ഇവിടെ നമുക്കൊരു ചൂട് കൊടുത്തു കഴിഞ്ഞാൽ എന്താകും, അത് ലിക്വിഡായി മാറും. ഇവിടെ നമ്മൾ പിന്നെയും അതിനെ ചൂടാക്കിയാൽ, അതായത് വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞാൽ എന്തായി മാറും, ഗ്യാസ് അല്ലെങ്കിൽ വാതകമായിട്ട് മാറും. ഓക്കെ, ഇതാണ് നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ച മാറ്റം അല്ലേ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വരികയാണ്. ഫസ്റ്റ് നമുക്ക് ഇവിടെ മെഴുക് ഉരുകുമ്പോൾ അല്ലേ, വെൻ വാക്സ് മെൽറ്റ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് മെഴുകുതിരി കത്തിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, മെഴുകുതിരി കത്തിക്കുമ്പം ഈ മെഴുക് ഉരുകി ആ ഒരു ലിക്വിഡ് പാർട്ടായി മാറും അല്ലേ. പിന്നെ നമ്മളൊന്ന് കത്തിക്കാൻ നിൽക്കുമ്പം ആ ലിക്വിഡ് പിന്നെയും എന്തായിട്ട് മാറുന്നുണ്ട്, സോളിഡ് തന്നെയായിട്ട് മാറുന്നുണ്ട് അല്ലേ. അതായത് റിവേഴ്സ് ആയിട്ടുള്ള ചേഞ്ച് അവിടെ സംഭവിക്കുന്നുണ്ട് അല്ലേ. അപ്പം നിങ്ങൾ നോക്കിക്കോ, ഫസ്റ്റ് ടോപ്പിക്കാണ് എന്ത്, യെസ്, നമ്മളെ ഭൗതിക മാറ്റം അല്ലെങ്കിൽ ഫിസിക്കൽ ചേഞ്ച് എന്താണെന്ന് ആദ്യം വായിച്ചിട്ട് പറഞ്ഞുതരാം. പദാർത്ഥങ്ങളുടെ വലുപ്പം, ആകൃതി, അവസ്ഥ തുടങ്ങിയ ഭൗതിക സ്വഭാവങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണ് ഭൗതിക മാറ്റം. വികസിക്കുന്നതും ഉരുകുന്നതും പൊട്ടുന്നതും കീറുന്നതും ഭൗതിക മാറ്റങ്ങളാണ്. ഇവ മൂലം പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാവുന്നില്ല. ചില ഭൗതിക മാറ്റങ്ങൾ നടക്കുമ്പോൾ ഊർജം സ്വീകരിക്കുകയും പുറത്തുവിടുകയും ചെയ്യുന്നു. അതായത് ഇപ്പോൾ ഒരു വാക്സിൻ്റെ കാര്യം തന്നെ എടുക്കാം, മെഴുകിൻ്റെ കാര്യം തന്നെ എടുക്കുമ്പോൾ ആദ്യം അത് ലിക്വിഡ് ആവുന്നു, വെള്ളം പോലെ ആവുന്നു, പിന്നെ ചൂടാക്കാതെ വെക്കുമ്പോൾ അത് കട്ടിയായി പോകുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ അവസ്ഥ മാറുന്നില്ലേ, അത് ലിക്വിഡിൽ നിന്ന് എന്തായി മാറുന്നുണ്ട്, സോളിഡിലേക്ക് ആയി മാറുന്നുണ്ട്, സോളിഡിൽ നിന്ന് പിന്നെയും ലിക്വിഡിലേക്ക് ആയി മാറുന്നുണ്ട്. അവസ്ഥ മാറുന്നുണ്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ് മാറുന്നുണ്ട്. ഷേപ്പ് മാറുന്നില്ലേ, ആകൃതി മാറുന്നുണ്ട് അല്ലേ. സ്റ്റേറ്റ് മാറുന്നുണ്ട്, ആകൃതി മാറുന്നുണ്ട്, വലിപ്പം അല്ലെങ്കിൽ സൈസ് മാറുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അത് എന്താ, അത് മെഴുകാവുന്നു, മെഴുക് പിന്നെയും വെള്ളമാവുന്നു, മെഴുക് പിന്നെയും വെള്ളമാവുന്നു, വെള്ളം മെഴുകാവുന്നു, ഇതന്നെ നടക്കുന്നത് അല്ലേ. അവിടെ പുതിയൊരു സാധനം ഉണ്ടാവുന്നുണ്ടോ, ഇപ്പോൾ പേപ്പർ കത്തുകയാണെങ്കിൽ നമുക്ക് അവിടെ ചാരം ഉണ്ടാവുന്നില്ലേ, പിന്നെ ഇത് പേപ്പറിലേക്ക് വരാൻ പറ്റുമോ, ഇല്ല അല്ലേ. പക്ഷേ ഈ ഒരു മെഴുക് ഉരുകുമ്പോൾ എന്താണ്, മെഴുകനായിട്ട് മാറുന്നേ ഉള്ളൂ, പുതിയൊരു സാധനം ഉണ്ടാവുന്നില്ല. അതാണ് രണ്ടാമത്തെ പോയിന്റ് അല്ലേ. പുതിയൊരു സാധനം ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ എന്താണ്, പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാവുന്നില്ല. അതുപോലെ എന്താണ്, ഭൗതിക മാറ്റം നടക്കുമ്പോൾ ഊർജ്ജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്യുന്നില്ല അല്ലേ. പുറത്തുവിടുകയോ
പുറത്തുവിടുകയോ ചെയ്യുന്നുണ്ട് അല്ലേ. ഊർജ്ജം സ്വീകരിക്കുകയും പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട്. ഈ 3 കാര്യങ്ങൾ ആലോചിച്ച് വെക്കുക. അപ്പോൾ എക്സാമ്പിൾസ് കണ്ടെത്തി വെക്കുക. എക്സാമ്പിളൊന്നും പഠിച്ചു വെക്കാൻ പറ്റില്ല. എക്സാമ്പിൾ അവർ തരുമ്പം നിങ്ങൾ ആലോചിക്കുക, ഇത് ഉരുകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, ഷേപ്പ് മാറുന്നുണ്ടോ, സൈസ് മാറുന്നുണ്ടോ, അവസ്ഥ മാറുന്നുണ്ടോ, എല്ലാം മാറുന്നുണ്ടെങ്കിൽ അത് ഭൗതിക മാറ്റമായിരിക്കും അല്ലെങ്കിൽ ഫിസിക്കൽ ചേഞ്ച് ആയിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് രണ്ടാമത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു പേപ്പർ കത്തുകയാണ് അല്ലെങ്കിൽ ഒരു വിറക് കത്താണ്. വിറക് കത്തുന്ന സമയത്ത് വിറക് കത്തിച്ചു കത്തിച്ച് കഴിഞ്ഞു. ആ ഒരു ഹാഷില്ലേ, ആ ഒരു ഹാഷില്ലേ അല്ലെങ്കിൽ വെണ്ണീറില്ലേ, ആ വെണ്ണീറിനെ തിരിച്ച് വിറകാക്കാൻ പറ്റുമോ? ഇല്ല. ആ വെണ്ണീറിനെ തിരിച്ച് വിറകാക്കാൻ പറ്റില്ല. അതൊരു പുതിയ പദാർത്ഥം തന്നെ അവിടെ ഉണ്ടായി അല്ലേ. അതിന് റിവേഴ്സ് അല്ല, അത് റിവേഴ്സിബിൾ അല്ല, അല്ലെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങനത്തെ മാറ്റങ്ങളാണ് നമ്മൾ എന്ത് പറയുക, രാസമാറ്റം അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ച് എന്ന് പറയുക. വായിച്ചു നോക്കാം, എന്താണ് കെമിക്കൽ ചേഞ്ച്. When a chemical change occurs, the chemical properties of the substance change and a new substance are formed. Energy is usually absorbed or released when such a change occurs. Chemical change are permanent change. അതായത് കെമിക്കൽ ചേഞ്ച് നടക്കുന്ന സമയത്ത് എന്താവുന്നുണ്ട്, പുതിയൊരു സബ്സ്റ്റൻസ് ഉണ്ടാവുന്നുണ്ട്. അത് തിരിച്ച് ബാക്കോട്ടേക്ക് വരാൻ പറ്റില്ല. അതൊരു പെർമനന്റ് ചേഞ്ച് ആണ്. ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടായത് തന്നെ, ബാക്കി ഒന്നും അതിന് തിരിഞ്ഞു മറിഞ്ഞു നോക്കാൻ വേണ്ടി പറ്റില്ല. ഇതാണ് കെമിക്കൽ ചേഞ്ച്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എനർജി കൺവേർഷൻ ആണ്. അതായത് എനർജി കൺവേർഷൻ. അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, ഭൗതിക മാറ്റവും രാസമാറ്റവും തമ്മിലുള്ള വ്യത്യാസം ടാബുലേറ്റ് ചെയ്തിട്ട് എഴുതാനായിരിക്കും ചിലപ്പം ചോദിക്കേണ്ടവ. ചിലപ്പോൾ എന്നല്ല, ഒരു 90% നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കേണ്ട, ടാബുലേറ്റ് ചെയ്തിട്ട് എഴുതാൻ. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. മിസ് മാറുന്നുണ്ട്, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്കൽ ചെയ്ത് കെമിക്കലും ഫിസിക്കലും ഇംഗ്ലീഷ് മീഡിയംകാർക്ക് വേണമെങ്കിൽ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇത്ര മാത്രം എഴുതിയാൽ മതി, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്കറിയാം തുരുമ്പ്. എന്താണ് ഈ തുരുമ്പ് എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്താണ് ഈ തുരുമ്പ്? നോക്കിക്കോ, ഇരുമ്പ് വായുവിലെ ഈർപ്പവും ഓക്സിജനുമായി പ്രവർത്തിച്ചാണ് തുരുമ്പ് ഉണ്ടാകുന്നത്. എണ്ണ പുരട്ടുകയോ പെയിന്റ് അടിക്കുകയോ ചെയ്താൽ തുരുമ്പ് ഇല്ലാണ്ടാകും. അതായത് ഇരുമ്പിലാണ് നോർമലി നിങ്ങൾ തുരുമ്പ് കാണാറ് അല്ലേ, ഇരുമ്പിലല്ലേ തുരുമ്പ് കാണാറ്. അത് ഇതെന്താ സംഭവിക്കുന്നത്, ഇരുമ്പ് എന്ത് ചെയ്യും, ഈ വായുവിലെ ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കും. ഒരു ഇൻട്രാക്ഷൻ നടന്നിട്ട്, ഒരു റിയാക്ഷൻ അവിടെ നടന്നിട്ടാണ് ഇരുമ്പ് എന്തായി മാറുന്നത്, തുരുമ്പ് പിടിച്ചു പോകുന്നത്. ഇനി ഈ തുരുമ്പ് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാം, ഈ സാധനങ്ങളിലൊക്കെ മെറ്റലിലൊക്കെ എണ്ണ പുരട്ടി വെക്കാം, അല്ലെങ്കിൽ പെയിന്റ് അടിച്ച് വെക്കാം. ഇതൊക്കെ വെക്കുന്ന സമയത്ത് തുരുമ്പ് എന്ത് ചെയ്യൂല, അധികം അങ്ങനെ പിടിക്കില്ല. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്. ഇനി നമ്മൾ എനർജി കൺവേർഷൻ ആണ് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ മിക്സി ഇവിടെ മിക്സി കൊടുത്തിട്ടുണ്ട് അല്ലേ, മിക്സി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം മിക്സി അല്ലേ, നിങ്ങൾ ആദ്യം ബേസിക് ആയിട്ട് അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഏതൊരു സാധനം ആയിക്കോട്ടെ, സ്വിച്ച് ഇട്ടിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വിച്ച് ഇടണം. അതൊരു വർക്ക് ചെയ്യണമെങ്കിൽ സ്വിച്ച് ഇടണമെങ്കിൽ അവിടെ ഇലക്ട്രിക്കൽ എനർജിയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, വൈദ്യുതി എനർജിയാണ് എന്ത് ചെയ്യേണ്ടത്, സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അവിടെ സ്വിച്ച് ഇടുന്നു, അവിടെ വൈദ്യുതി എനർജി എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരു മിക്സിനെ നോക്കി നിന്നാൽ മിക്സി വർക്ക് ചെയ്യുമോ? നമ്മളെന്താ കല്യാങ്കട്ട് നീരാണ് നോക്കി വറപ്പിക്കാൻ അല്ലേ. അതായത് മിക്സിനെ നമ്മളിങ്ങനെ നോക്കിയിരുന്നു. അപ്പം എന്താ മിക്സി വർക്ക് ചെയ്യോ? ഇല്ല. മിക്സിക്ക് വർക്ക് ചെയ്യണമെങ്കിൽ സ്വിച്ച് ഇട്ട് കൊടുക്കണം. സ്വിച്ച് ഇടുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സ്റ്റാർട്ട് ചെയ്യും, ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ വൈദ്യുത ഊർജ്ജം സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ ഇലക്ട്രിക്കൽ എനർജി സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് കറങ്ങുന്നുണ്ടോ, അവിടെ ഏതൊരു സാധനം കറങ്ങും, മിക്സി കറങ്ങിക്കോട്ടെ, മോട്ടർ കറങ്ങിക്കോട്ടെ, ഫാന് കറങ്ങിക്കോട്ടെ, എന്ത് കറങ്ങിക്കഴിഞ്ഞാൽ അവിടെ എന്താണ്, യാന്ത്രികോർജ്ജം അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജിയിലേക്കാണ് പോവുക. ഇനിയും 2 എനർജികളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു സാധനത്തിന് ഒരു എനർജി മാത്രമല്ല, 2-ൽ കൂടുതൽ 3-ൽ കൂടുതൽ എനർജീസ് ഉണ്ടാവും കേട്ടോ. അവിടെ യാന്ത്രിക എനർജി അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി വന്നു. അത് കഴിഞ്ഞാൽ അവിടെ ഒരു സൗണ്ട് എനർജി വരുന്നില്ലേ, ശബ്ദോർജ്ജം അല്ലേ, സൗണ്ട് വരുന്നില്ലേ. പിന്നെ അത് ഹീറ്റ് ആവുന്നില്ലേ, അവിടെ ഹീറ്റ് എനർജിയും കൂടി വരുന്നുണ്ട്. എന്ത് വരുന്നുണ്ട്, ഹീറ്റ് എനർജി വരുന്നുണ്ട്, ശബ്ദോർജ്ജം അഥവാ സൗണ്ട് എനർജി. ഇനി ഇതിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന എനർജി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ സൗണ്ടും ചൂടും കിട്ടിയിട്ട് കാര്യമുണ്ടോ, അരപ്പരയോ ഇല്ല. എന്ത് വേണം, നമ്മൾ ഉപയോഗിക്കുന്നത് യാന്ത്രിക എനർജി തന്നെയാണ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജിയാണ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വണ്ണാണ് തേപ്പ് വെട്ടി അല്ലേ, നമ്മളെന്താണ് അയൺ ബോക്സ്. ഈ അയൺ ബോക്സ് നോക്കി നിന്ന് അയൺ ബോക്സ് ചൂടാവുമോ? ഇല്ല. അവിടെയും സ്വിച്ച് ഇടണം. സ്വിച്ച് ഇടുന്നുണ്ടെങ്കിൽ ആര് വരും, സ്വിച്ച് ഇടുന്നുണ്ടെങ്കിൽ ആര് വരണം മക്കളെ, സ്വിച്ച് ഇടുന്നുണ്ടെങ്കിൽ വൈദ്യുതോർജ്ജം അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി. ഇത് എന്തായി മാറുന്നു, നമ്മളെ ബേസിക് നീഡ് അത് ഹീറ്റ് ആവണം അല്ലേ, അല്ലെങ്കിൽ എന്താണ് ഹീറ്റ് അല്ലെങ്കിൽ താപോർജ്ജം അല്ലേ, താപം അല്ലേ, ഹീറ്റ് അല്ലെങ്കിൽ താപം വരണം, ഹീറ്റ് അല്ലെങ്കിൽ താപം വരണം. ഓക്കെ, അടുത്തതാണ് നമ്മളെ
സ്പീക്കർ അല്ലേ, സ്പീക്കർ സ്വിച്ച് ഇടണോ, സ്വിച്ച് ഇടണം. സ്വിച്ച് ഇടുമ്പോൾ എന്താവും, അത് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ വൈദ്യുതി ഊർജ്ജം അല്ലേ, വൈദ്യുതി ഊർജ്ജം അത് എന്തായി മാറുന്നു, ശബ്ദോർജ്ജമായി മാറുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ LED ഒക്കെ സ്പീക്കർ ആണെങ്കിൽ നമുക്ക് പ്രകാശോർജ്ജം എന്നൊക്കെ നമുക്ക് വൈബാക്കി എഴുതാൻ പറ്റും. അപ്പോൾ ഇതാണ് എനർജി കൺവേർഷൻ. ഇങ്ങനെ നിങ്ങൾക്ക് എനർജി കൺവേർഷൻ ചോദിക്കും. നമ്മൾ ഈ ഒരു എനർജി കൺവേർഷൻ തന്നെ ഒന്നിൽ കൂടുതൽ എനർജികൾ ഉണ്ടാവാം. അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന എനർജി ഏതാണ് എന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? നമുക്കതിൽ ഏത് എനർജിയാണ് ഉപയോഗപ്പെടുക എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അങ്ങനെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഫാൻ ആണെങ്കിൽ നമ്മൾ സ്വിച്ച് ഇടണം, അപ്പോൾ വൈദ്യുതോർജ്ജം കറങ്ങും അല്ലേ, എന്താണ് യാന്ത്രികോർജ്ജം, അതായത് ഇലക്ട്രിക്കൽ എനർജി ടു എന്താണ് മെക്കാനിക്കൽ എനർജി. ലൈറ്റ് ആണെങ്കിലോ ബൾബ് കത്താണെങ്കിലോ സ്വിച്ച് ഇടണം എടാ, അപ്പോൾ വൈദ്യുതി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ടു പ്രകാശോർജ്ജം അല്ലേ. നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് വേണ്ട കാര്യം അല്ലെങ്കിൽ പ്രൈമറി നീഡ് എന്താണ്, പ്രകാശം കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ പ്രകാശോർജ്ജം അല്ലെങ്കിൽ ലൈറ്റ് എനർജി എന്ന് പറയാം അല്ലേ. പിന്നെ അത് ചൂടാവും അല്ലേ, അപ്പോൾ നമുക്ക് അതിനോട് ഹീറ്റ് എനർജി ഉണ്ടെന്നും കൂടി പറയാം, അല്ലെങ്കിൽ താപോർജ്ജം ഉണ്ടെന്നും കൂടി പറയാം. ബട്ട് ഇതിൽ തന്നെ നമുക്ക് യൂസ് ആവുന്ന എനർജി ഏതാണ്, പ്രകാശമാണ് അല്ലെങ്കിൽ ലൈറ്റ് എനർജിയാണ്. ഇത്രയേ പഠിക്കാനുള്ളൂ. റെഡി? നമ്മളെ ചാപ്റ്റർ കഴിഞ്ഞു. ഇതാണ് നിങ്ങൾ അറിയേണ്ടത്. ഈ ഒരു കാര്യങ്ങൾ മാത്രമേ നമ്മളെ എക്സാമിന് ചോദിക്കുകയുള്ളൂ, ഉറപ്പാണ്. അപ്പം ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരു 10-15 മിനിറ്റിനുള്ള ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് പഠിച്ചെടുക്കണമെങ്കിൽ മിസ്സിൻ്റെ ഒപ്പം നിന്നാൽ മതി. മിസ് റെഡിയാക്കി തരും. ഇനിയുള്ള 3 ദിവസങ്ങളിൽ ബേസിക് സയൻസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കിട്ടും, ഉറപ്പാണ്. ഈ ഒരു വീഡിയോക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മിസ്സിൻ്റെ പേര് അറിയോ, മിസ്സിൻ്റെ പേര് അറിയായിരിക്കും, അറിയില്ലെങ്കിൽ കണ്ടുപിടിച്ചിട്ട് വാ കേട്ടോ. ഓക്കെ, അതല്ലേ നമുക്കൊരു എനർജി. യെസ്, അതെ. അപ്പോൾ നമ്മളെ പേര്, മിസ്സിൻ്റെ പേര് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ഓക്കെ ആണ് ഇങ്ങനെ തന്നെ പഠിച്ചാൽ മതി, പെട്ടെന്ന് തന്നെ എങ്ങനെ പഠിക്കണം എന്നുള്ളവർ തംസ് അപ്പ് ഇട്ടോ. ഓക്കെ, ബൈ.